ലേൺ ആൻഡ് ഗ്രോയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം. കേരളത്തിലെ കാർഷിക രംഗത്തെ വളർച്ച പ്രോത്സാഹിപ്പിക്കുന്നതിനും പാരിസ്ഥിതിക സുസ്ഥിരത ഉറപ്പുവരുത്തുന്നതിനും വേണ്ടി നെൽവയലുകളും തണ്ണീർത്തടങ്ങളും സംരക്ഷിക്കുന്നതിനായി 2008 ഓഗസ്റ്റ് 12 നിലവിൽ വന്ന നിയമമാണ് കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം. തണ്ണീർത്തടങ്ങൾ, നെല്ല് കൃഷി ചെയ്യുന്ന പ്രദേശങ്ങൾ, പുഴകൾ, കുളങ്ങൾ എന്നിവയുടെ സംരക്ഷണമാണ് ഈ നിയമം ലക്ഷ്യമിടുന്നത്. കേരളത്തിൽ നെൽകൃഷി നിലങ്ങൾ ക്രമാതീതമായി കുറഞ്ഞു വരുന്നതും തണ്ണീർത്തടങ്ങൾ നശിപ്പിക്കപ്പെടുന്നതും പ്രതിരോധിക്കാൻ സഹായകരമായ നിയമമാണിത്. തണ്ണീർത്തടങ്ങൾ എന്താണെന്ന് നോക്കാം. വർഷത്തിൽ 6 മാസമെങ്കിലും ജലത്താൽ ആവൃതമോ ജലനിർഭരമോ ആയതും തനതായ പാരിസ്ഥിതിക സവിശേഷതകൾ ഉള്ളതുമായ ഭൂപ്രദേശങ്ങളാണ് തണ്ണീർത്തടങ്ങൾ. ഉപരിതല ജലം സംഭരിക്കപ്പെടുന്ന സ്വാഭാവിക ഇടങ്ങളാണ് ഇവ. ഭൂമിയിലെ വൃക്കകൾ എന്നറിയപ്പെടുന്നത് തണ്ണീർത്തടങ്ങളാണ്. സ്ഥിരമോ താൽക്കാലികമോ ഒഴുകുന്നതോ കെട്ടിക്കിടക്കുന്നതോ പ്രകൃതിജന്യമോ മനുഷ്യനിർമ്മിതമോ ശുദ്ധജലമോ ലവണാംശമുള്ളതോ വെള്ളക്കെട്ടുള്ളതോ ചതുപ്പ് പ്രദേശങ്ങളോ വേലിയിറക്ക സമയത്ത് 6 മീറ്ററിലധികം ആഴമില്ലാത്തതുമായ എല്ലാത്തരം ജലാശയങ്ങളെയും തണ്ണീർത്തടം എന്ന് വിളിക്കാം. കായലുകൾ, അഴിമുഖങ്ങൾ, ചേറ്റുപ്രദേശങ്ങൾ, കടലോര കായലുകൾ, കണ്ടൽക്കാടുകൾ, ചതുപ്പുനിലങ്ങൾ, ഓരുള്ള ചതുപ്പുനിലങ്ങൾ, ചതുപ്പിലെ കാടുകൾ എന്നിവ തണ്ണീർത്തടത്തിൽ ഉൾപ്പെടുന്നു. നെൽവയലുകൾ, നദികൾ എന്നിവ തണ്ണീർത്തടത്തിൽ ഉൾപ്പെടുന്നില്ല. പാരിസ്ഥിതിക സന്തുലനത്തിൽ തണ്ണീർത്തടങ്ങൾ നിരവധി ധർമ്മങ്ങൾ നിർവഹിക്കുന്നു. ജലശുചീകരണം, വെള്ളപ്പൊക്ക നിയന്ത്രണം, തീരസംരക്ഷണം എന്നിവ ഇതിൽ പ്രധാനമാണ്. തണ്ണീർത്തടങ്ങൾ മറ്റു പല ആവാസ വ്യവസ്ഥകളെക്കാളും ജൈവവൈവിധ്യം കൊണ്ട് സമ്പുഷ്ടമാണ്. റാംസർ ഉടമ്പടി എന്താണെന്ന് നോക്കാം. തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണവും അവയുടെ യുക്തിസഹമായ ഉപയോഗവും ലക്ഷ്യം വെച്ച് 1971 ഫെബ്രുവരി 2 ഒപ്പുവെക്കപ്പെട്ട ഉടമ്പടിയാണ് റാംസർ ഉടമ്പടി. റാംസർ ഉടമ്പടി ഒപ്പുവെച്ച ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നു. 1975 ഡിസംബർ 21 ഈ ഉടമ്പടി നിലവിൽ വന്നത്. 172 രാജ്യങ്ങളാണ് റാംസർ ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്. 1982 ഫെബ്രുവരി 1 ഇന്ത്യ റാംസർ ഉടമ്പടിയുടെ ഭാഗമായത്. തണ്ണീർത്തടങ്ങളുടെ യുക്തിസഹമായ ഉപയോഗത്തെ പ്രോത്സാഹിപ്പിക്കുക, രാജ്യാന്തര പ്രാധാന്യമുള്ള തണ്ണീർത്തടങ്ങളെ പട്ടികപ്പെടുത്തുക, തണ്ണീർത്തട സംരക്ഷണത്തിൽ രാജ്യാന്തര സഹകരണം ഉറപ്പുവരുത്തുക തുടങ്ങിയ അടിസ്ഥാന ധർമ്മങ്ങളാണ് റാംസർ കൺവെൻഷനുള്ളത്. റാംസർ ഉടമ്പടി പ്രകാരം തണ്ണീർത്തടങ്ങളെ പലതായി തരംതിരിച്ചിരിക്കുന്നു. തീരദേശ തണ്ണീർത്തടങ്ങൾ, അഴിമുഖ തണ്ണീർത്തടങ്ങൾ, ചതുപ്പ് നിലവുമായി ബന്ധപ്പെട്ട തണ്ണീർത്തടങ്ങൾ, മനുഷ്യനിർമ്മിത തണ്ണീർത്തടങ്ങൾ, തടാകങ്ങളുമായി ബന്ധപ്പെട്ട തണ്ണീർത്തടങ്ങൾ, അരുവികളും നദീതീരങ്ങളുമായി ബന്ധപ്പെട്ട തണ്ണീർത്തടങ്ങൾ തുടങ്ങിയവയാണ് അവ. ലോകമെമ്പാടും 172 രാജ്യങ്ങളിലായി 2400-ലധികം റാംസർ സൈറ്റുകൾ ഇന്നുണ്ട്. ഇവയുടെ മൊത്തം വിസ്തീർണം 2.5 മില്യൺ സ്ക്വയർ കിലോമീറ്ററിലധികം വരും. 1974 നിലവിൽ വന്ന ഓസ്ട്രേലിയയിലെ കോബക് പെനിൻസുലയാണ് ലോകത്തിലെ ആദ്യത്തെ റാംസർ സൈറ്റ്. ലോകത്തെ ഏറ്റവും കൂടുതൽ റാംസർ സൈറ്റുകൾ ഉള്ളത് യുണൈറ്റഡ് കിങ്ഡത്തിലാണ്. ഇന്ത്യയിൽ നിലവിൽ 85 റാംസർ സൈറ്റുകളാണ് ഉള്ളത്. ചിൽക്ക തടാകവും കിയലാദിയോ ദേശീയോദ്യാനവുമാണ് ഇന്ത്യയിലെ ആദ്യ റാംസർ സൈറ്റുകൾ. അഷ്ടമുടി കായൽ, ശാസ്താംകോട്ട കായൽ, വേമ്പനാട്ട് കോൾനിലം എന്നിവയാണ് കേരളത്തിൽ നിന്നുള്ള 3 റാംസർ സൈറ്റുകൾ. ഇവയ്ക്ക് 3നും റാംസർ പദവി ലഭിച്ചത് 2002 ഓഗസ്റ്റ് 19 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം 2008. സംസ്ഥാനത്ത് നെൽവയലുകളും തണ്ണീർത്തടങ്ങളും അനിയന്ത്രിതമായി രൂപാന്തരപ്പെടുത്തുകയും വൻതോതിൽ പരിവർത്തനപ്പെടുത്തുകയും ചെയ്യുന്നതായി സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടതിനാലും നെൽവയലുകൾ പരിവർത്തനപ്പെടുത്തുകയോ രൂപാന്തരപ്പെടുത്തുകയോ ചെയ്യുന്നത് ഫലപ്രദമായി നിയന്ത്രിക്കാനുള്ള യാതൊരു നിയമങ്ങളും നിലവിലില്ലാത്തതിനാലുമാണ് ഇത്തരമൊരു നിയമം നിലവിൽ വന്നത്. 2008 28 നമ്പർ ആക്ട് ആയാണ് കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത്. നിയമം നിലവിൽ വന്ന വേളയിൽ 30 വകുപ്പുകളാണ് ഉണ്ടായിരുന്നത്. നിയമത്തിലെ 2-ാം വകുപ്പ് പ്രധാന നിർവചനങ്ങളും
മൂന്നാം വകുപ്പ് നെൽവയൽ പരിവർത്തനപ്പെടുത്തുകയോ രൂപാന്തരപ്പെടുത്തുകയോ ചെയ്യുന്നതിനുള്ള വിലക്കിനെ കുറിച്ചും പ്രതിപാദിക്കുന്നു. പ്രാദേശിക തല നിരീക്ഷണ സമിതിയെക്കുറിച്ച് വകുപ്പ് 5 റിപ്പോർട്ടിംഗ് ഓഫീസർമാരെ കുറിച്ച് വകുപ്പ് 7 സംസ്ഥാന തല സമിതിയെക്കുറിച്ച് വകുപ്പ് 8 ജില്ലാതല അധികൃത സമിതിയെക്കുറിച്ച് വകുപ്പ് 9 പ്രതിപാദിക്കുന്നു. തണ്ണീർത്തടങ്ങൾ രൂപാന്തരപ്പെടുത്തുന്നതിനുള്ള വിലക്കിനെ കുറിച്ച് സെക്ഷൻ 11 ജില്ലാ കളക്ടറുടെ അധികാരത്തെക്കുറിച്ച് സെക്ഷൻ 13 തരിശ് നെൽവയലിൽ കൃഷി ചെയ്യുവാനുള്ള നിർദ്ദേശങ്ങൾ സെക്ഷൻ 15 തരിശ് കൃഷി ചെയ്യിക്കലിനെ കുറിച്ച് സെക്ഷൻ 16 പ്രതിപാദിക്കുന്നു. ഈ നിയമത്തിലെ സെക്ഷൻ 2 സബ്സെക്ഷൻ 12 പ്രകാരം നെൽവയൽ എന്നാൽ സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നതും വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നെൽകൃഷി ചെയ്യുന്നതോ അല്ലെങ്കിൽ നെൽകൃഷിക്ക് അനുയോജ്യമായതും എന്നാൽ കൃഷി ചെയ്യാതെ തരിശിട്ടിരിക്കുന്നതുമായ എല്ലാ തരം നിലവും എന്നർത്ഥമാകുന്നു. ഈ നിയമത്തിലെ സെക്ഷൻ 2 സബ്സെക്ഷൻ 18 പ്രകാരം തണ്ണീർത്തടം എന്നാൽ മണ്ണ് ജലപൂരിതമാക്കിക്കൊണ്ട് കരപ്രദേശത്തിനും ജലാശയങ്ങൾക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്നതും ജലനിരപ്പ് സാധാരണഗതിയിൽ ഉപരിതലം വരെയോ അതിനോടടുത്തോ ആയിരിക്കുകയോ ആഴം കുറഞ്ഞ ജലത്താൽ മൂടിക്കിടക്കുകയോ അഥവാ മന്ദഗതിയിൽ ചലിക്കുകയോ കെട്ടിക്കിടക്കുകയോ ചെയ്യുന്ന ജലത്തിന്റെ സാന്നിധ്യം കൊണ്ട് സവിശേഷമാവുകയോ ചെയ്യുന്ന സ്ഥലം എന്നർത്ഥമാകുന്നു. നിയമത്തിലെ സെക്ഷൻ 3 സബ്സെക്ഷൻ 1 പ്രകാരം ഏതെങ്കിലും നെൽവയലിന്റെ ഉടമസ്ഥനോ കൈവശക്കാരനോ ആക്ടിലെ വ്യവസ്ഥകൾക്കനുസൃതമായല്ലാതെ നെൽവയൽ പരിവർത്തനപ്പെടുത്തുന്നതിനോ രൂപാന്തരപ്പെടുത്തുന്നതിനോ ഉള്ള യാതൊരു പ്രവൃത്തിയും ചെയ്യാൻ പാടുള്ളതല്ല. അടുത്തത് നമുക്ക് ലോക്കൽ ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റി എന്താണെന്ന് നോക്കാം. പ്രാദേശിക തല നിരീക്ഷണ സമിതി. നിയമത്തിലെ 5ാം വകുപ്പാണ് പ്രാദേശിക തല നിരീക്ഷണ സമിതിയുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇതുപ്രകാരം ഗ്രാമപഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ പ്രാദേശിക തല നിരീക്ഷണ സമിതി ഉണ്ടായിരിക്കേണ്ടതാണ്. പ്രാദേശിക തല നിരീക്ഷണ സമിതിയുടെ ചെയർപേഴ്സൺ കോർപ്പറേഷൻ മേയർ, മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കും. കൃഷി ഓഫീസർ ആയിരിക്കും പ്രാദേശിക തല നിരീക്ഷണ സമിതിയുടെ കൺവീനർ. നിയമത്തിലെ വ്യവസ്ഥകൾക്ക് വിധേയമായി പൊതു ആവശ്യങ്ങൾക്കോ നെൽവയലിന്റെ ഉടമസ്ഥർക്ക് വീട് വയ്ക്കുന്നതിനു വേണ്ടി നെൽവയൽ രൂപാന്തരപ്പെടുത്തുന്നതിന് ജില്ലാതല അധികൃത സമിതിക്ക് ശുപാർശ നൽകുന്നത് പ്രാദേശിക തല നിരീക്ഷണ സമിതിയാണ്. പ്രാദേശിക തല നിരീക്ഷണ സമിതിയിലെ അനൌദ്യോഗിക അംഗങ്ങളുടെ കാലാവധി അതിന്റെ രൂപീകരണ തീയതി മുതൽ 3 വർഷത്തേക്കാണ്. എന്നാൽ ഒരു സമിതിയുടെ കാലാവധി അവസാനിച്ച ശേഷം അടുത്ത സമിതി രൂപീകരിക്കുന്നത് വരെ അതിലെ അനൌദ്യോഗിക അംഗങ്ങൾക്ക് ഉദ്യോഗത്തിൽ തുടരാവുന്നതാണ്. തങ്ങളുടെ അധികാര പരിധിയിൽപ്പെട്ട പ്രദേശത്തെ നെൽവയലിനെ സംബന്ധിച്ച് കൃഷി ഓഫീസർമാരായിരിക്കും റിപ്പോർട്ടിംഗ് ഓഫീസർ. കാർഷിക വേളയിൽ നെൽവയൽ കൃഷി ചെയ്യാതെ തരിശിടുന്നുവെങ്കിൽ റിപ്പോർട്ടിംഗ് ഓഫീസർ ആ വിവരം പ്രാദേശിക തല വികസന സമിതിക്ക് മുമ്പാകെ റിപ്പോർട്ട് ചെയ്യണം. ജില്ലാതല അധികൃത സമിതി. നിയമത്തിലെ 9ാം വകുപ്പാണ് ജില്ലാതല അധികൃത സമിതിയുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. നെൽവയലിന്റെ ഉടമസ്ഥന് താമസിക്കുന്നതിന് വീട് വയ്ക്കുന്നതിന് വേണ്ടി നെൽവയൽ രൂപാന്തരപ്പെടുത്തുന്നതിനുള്ള അപേക്ഷ പരിഗണിക്കുന്നതിന് യുക്തമായ തീരുമാനം കൈക്കൊള്ളുന്നതിന് വേണ്ടി കലക്ടർ ഓരോ ജില്ലയിലും ജില്ലാതല അധികൃത സമിതി രൂപീകരിക്കേണ്ടതാണ്. RDO അല്ലെങ്കിൽ റവന്യൂ ഡിവിഷണൽ ഓഫീസർ, പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ, കലക്ടർ നാമനിർദ്ദേശം ചെയ്യുന്ന 3 നെൽകർഷകർ എന്നിവർ അടങ്ങിയതായിരിക്കും ജില്ലാതല അധികൃത സമിതി. RDO സമിതിയുടെ അധ്യക്ഷനും പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ കൺവീനറുമായിരിക്കും. സമിതിയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന അംഗങ്ങളുടെ കാലാവധി അവർ ഉദ്യോഗത്തിൽ പ്രവേശിക്കുന്ന തീയതി മുതൽ 3 വർഷമായിരിക്കുന്നതാണ്. നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങൾക്ക് സ്വന്തം കൈപ്പടയിൽ എഴുതിയ കത്ത് ജില്ലാ കളക്ടർക്ക് നൽകിക്കൊണ്ട് എപ്പോൾ വേണമെങ്കിലും സമിതിയിൽ നിന്ന് രാജിവെക്കാവുന്നതാണ്. ജില്ലാതല അധികൃത സമിതി ലഭ്യമാകുന്ന ശുപാർശകളിന്മേൽ 1 മാസത്തിനകം തീരുമാനമെടുക്കണം. സമിതിയുടെ തീരുമാനം മൂലം സങ്കടം അനുഭവിക്കുന്ന ഏതൊരാൾക്കും തീരുമാനം കൈപ്പറ്റി 30 ദിവസത്തിനകം കളക്ടർക്ക് നിർണയിക്കപ്പെടുന്ന രീതിയിൽ അപ്പീൽ നൽകാവുന്നതാണ്. അടുത്തത് സംസ്ഥാന തല സമിതി എന്താണെന്ന് നോക്കാം. സർക്കാർ പൊതു ആവശ്യങ്ങൾക്കായി നെൽവയൽ നികത്തുന്നതിന് സമിതി ശുപാർശ ചെയ്തിട്ടുള്ള അപേക്ഷകൾ വിശദ പരിശോധന നടത്തി സർക്കാരിന് റിപ്പോർട്ട് നൽകുവാനായി നിയമത്തിലെ സെക്ഷൻ 8 പ്രകാരം ഒരു സംസ്ഥാന തല സമിതി രൂപീകരിക്കേണ്ടതാണ്. കാർഷികോൽപാദന കമ്മീഷണർ, ലാൻഡ് റവന്യൂ കമ്മീഷണർ, സർക്കാർ നാമനിർദ്ദേശം ചെയ്യുന്ന പരിസ്ഥിതി മേഖലയിലെ ഒരു വിദഗ്ധൻ,
നെൽകൃഷി മേഖലയിലെ ഒരു ശാസ്ത്രജ്ഞൻ എന്നിവർ സംസ്ഥാനതല സമിതിയിലെ അംഗങ്ങളായിരിക്കുന്നതും കാർഷികോൽപാദന കമ്മീഷണർ അതിന്റെ കൺവീനർ ആയിരിക്കുന്നതുമാണ്. പൊതു ആവശ്യത്തിനായി നിലം നികത്തുന്നതിനോ പരിവർത്തനപ്പെടുത്തുന്നതിനോ പ്രാദേശികതല നിരീക്ഷണ സമിതി ശുപാർശ ചെയ്തിട്ടുള്ള ഓരോ അപേക്ഷയും സംസ്ഥാനതല സമിതി പരിശോധിച്ച് ആ പ്രദേശത്ത് നെൽവയൽ അല്ലാത്ത മറ്റൊരു സ്ഥലം ലഭ്യമാണോ എന്നും നെൽവയൽ നികത്തുന്നത് മൂലം ഉണ്ടാകാവുന്ന പാരിസ്ഥിതിക വ്യതിയാനങ്ങളെ സംബന്ധിച്ചും വിശദമായ പരിശോധന നടത്തി സർക്കാരിന് റിപ്പോർട്ട് നൽകേണ്ടതാണ്. നിയമത്തിലെ ചില പ്രധാന വ്യവസ്ഥകൾ കൂടി നമുക്ക് നോക്കാം. നിയമത്തിലെ സെക്ഷൻ 11 പ്രകാരം തണ്ണീർത്തടങ്ങൾ അതേപോലെ കാത്തുസൂക്ഷിക്കേണ്ടതും തണ്ണീർത്തടങ്ങൾ രൂപാന്തരപ്പെടുത്തുന്നതിനും അവയിൽ നിന്ന് മണൽ നീക്കുന്നതിനും പൂർണ്ണ നിരോധനം ഉണ്ടായിരിക്കുന്നതുമാണ്. എങ്കിലും തണ്ണീർത്തടത്തിന്റെ പാരിസ്ഥിതിക ഘടന നിലനിർത്താനായി ഏക്കലും ചെളിയും നീക്കം ചെയ്യാവുന്നതാണ്. നിയമത്തിലെ സെക്ഷൻ 13 സബ്സെക്ഷൻ 1 പ്രകാരം ജില്ലാ കളക്ടർക്ക് ഈ നിയമപ്രകാരം എടുത്ത പ്രോസിക്യൂഷൻ നടപടിക്ക് ഭംഗം വരാത്ത വിധത്തിൽ രൂപാന്തരപ്പെടുത്തിയ ഏതെങ്കിലും നെൽവയലോ തണ്ണീർത്തടമോ പൂർവ്വസ്ഥിതിയിൽ കൊണ്ടുവരാൻ നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. നിയമത്തിലെ സെക്ഷൻ 15 പ്രകാരം കൃഷി ചെയ്യാതെ തരിശിട്ടിരിക്കുന്ന നെൽവയലിന്റെ അനുഭവകാരനോട് നേരിട്ടോ മറ്റാരെങ്കിലും മുഖേനയോ നെല്ലോ നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരമുള്ള ഇടക്കാല വിളയോ കൃഷി ചെയ്യാൻ സമിതിക്ക് ആവശ്യപ്പെടാവുന്നതാണ്. നിയമത്തിലെ വകുപ്പ് 23 പ്രകാരം ഏതെങ്കിലും നെൽവയലോ തണ്ണീർത്തടമോ പരിവർത്തനപ്പെടുത്തുകയോ രൂപാന്തരപ്പെടുത്തുകയോ ചെയ്യുന്ന ഏതൊരാൾക്കും 6 മാസത്തിൽ കുറയാത്തതും 3 വർഷം വരെ ആകാവുന്നതുമായ തടവും 50,000 രൂപയിൽ കുറയാത്തതും 1,00,000 രൂപയിൽ കൂടാത്തതുമായ പിഴയും ശിക്ഷ ലഭിക്കാവുന്നതാണ്. നിയമത്തിലെ സെക്ഷൻ 30 പ്രകാരം സർക്കാരിന് ഗസറ്റ് വിജ്ഞാപനം വഴി ഈ ആക്ടിലെ വ്യവസ്ഥകൾ നടപ്പാക്കുന്നതിനായി ചട്ടങ്ങൾ ഉണ്ടാക്കാവുന്നതാണ്. 2008 ഡിസംബർ 24-നാണ് കേരളം നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ ചട്ടങ്ങൾ നിലവിൽ വന്നത്. എന്താണ് കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി? കേരളത്തിലെ തണ്ണീർത്തടങ്ങളുടെ സമഗ്ര സംരക്ഷണ പരിപാലന പ്രവർത്തനങ്ങൾക്കായുള്ള ഒരു സ്വയംഭരണ അതോറിറ്റിയായി 2015 മെയ് 25-ന് സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി നിലവിൽ വന്നു. 2010-ലെ തണ്ണീർത്തട സംരക്ഷണവും പരിപാലനവും ചട്ടം സെക്ഷൻ 5 പ്രകാരമാണ് അതോറിറ്റി രൂപീകൃതമായത്. സംസ്ഥാനത്തെ തണ്ണീർത്തടങ്ങളുമായി ബന്ധപ്പെട്ട പദ്ധതി രൂപീകരണം, സമഗ്ര വികസന സംരക്ഷണ പദ്ധതി നടപ്പിലാക്കൽ, ഗവേഷണം, അവബോധ പരിപാടികൾ സംഘടിപ്പിക്കൽ, വിഭവ സമാഹരണം എന്നിവയാണ് അതോറിറ്റിയുടെ പ്രധാന പ്രവർത്തനങ്ങൾ. സംസ്ഥാന പരിസ്ഥിതി വകുപ്പ് മന്ത്രി ചെയർമാനായും ചീഫ് സെക്രട്ടറി വൈസ് ചെയർമാനായും പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന വകുപ്പ് ഡയറക്ടർ മെമ്പർ സെക്രട്ടറിയുമായുള്ളതാണ് സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി. കേരളത്തിലെ തണ്ണീർത്തടങ്ങളുടെ പരിസ്ഥിതിയും ജൈവ വൈവിധ്യവും പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക, പരിസ്ഥിതി ആഘാത പഠനങ്ങൾ നടത്തുക, പ്രധാന തണ്ണീർത്തടങ്ങളുടെ സമഗ്ര വികസനത്തിനുള്ള പദ്ധതി രൂപരേഖ തയ്യാറാക്കുക, തണ്ണീർത്തടങ്ങളെ ദോഷകരമായി ബാധിക്കുന്ന പ്രവൃത്തികൾ തടയുക, തണ്ണീർത്തട പരിപാലനവുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുക തുടങ്ങിയവ അതോറിറ്റിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളാണ്. നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.